ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്ലിറ്റഡ് സ്ലീവിൻ്റെ ഒരു സ്റ്റിച്ചിങ് ആയിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, എന്നിട്ട് വേണം കാണാനായിട്ട്. അപ്പോൾ അത് മറന്നു പോകരുത്. ഓക്കെ. അപ്പോൾ അതാ ഇതുപോലെ വരുന്നൊരു അജ്രക്കിൻ്റെ ചെറിയൊരു സ്ലിറ്റ് വരുന്ന ടൈപ്പ് സ്ലീവാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നത്. എപ്പോഴും വിചാരിക്കാറുണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഇപ്പോഴാണ് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ചെയ്ത് വന്നപ്പോൾ എനിക്കിഷ്ടമായി. അപ്പോൾ അത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. അപ്പോൾ അതും കൂടി നിങ്ങൾ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്കിനി നമ്മുടെ നമ്മുടെ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ ലൈനിങ്ങും നമ്മുടെ മെയിൻ ക്ലോത്തും കൂടി അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നമ്മൾ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു സ്ലീവിൻ്റെ അടുത്തൊരു കുർത്തിയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ സ്ലീവിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ ഞാൻ വീണ്ടും ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മളിതാ ഇവിടെ ലൈനിങ്ങും നമ്മുടെ മെയിൻ ക്ലോത്തിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഒരു 1.5 ഇഞ്ച് നമ്മുടെ സെൻറ്ററിൽ കേട്ടോ ഇതുപോലൊന്ന് മാർക്ക് ചെയ്യാം. അതുപോലെ നമ്മുടെ താഴെ നിന്ന് മുകളിലേക്ക് ഒരു 2 ഇഞ്ച് ഇതുപോലെ അതും നമ്മൾ മാർക്ക് ചെയ്യണം. അവിടെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ താഴെ ഒരു അജ്രക്കിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എല്ലാവർക്കും അത് അത്ര താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാതിരിക്കാം. പക്ഷേ എനിക്കെന്തോ സ്ലിറ്റ് കുറച്ച് കൂടിപ്പോയോ എന്നൊരു ചെറിയ ഡൗട്ടും കൂടി തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ 2 ഇഞ്ച് ലെങ്ത്തും കൂടി മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഭാഗം ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലിറ്റ് വരുന്ന ആ ഒരു ഭാഗം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് വെട്ടി മാറ്റാം. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എല്ലാം കറക്റ്റ് മാർക്ക് ചെയ്യണം. ലെങ്ത്തൊന്നും കുറഞ്ഞു പോകരുത് എല്ലാം ചെയ്ത് വരുമ്പോൾ. ഇനി മുട്ടിന് മുകളിലേക്ക് ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ലെങ്ത്ത് എടുത്തിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ഈ സ്ലിറ്റിൻ്റെ പോർഷൻ ഇനി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഒരു 4 ഇഞ്ച് വീതി വരുന്ന നമ്മുടെ ആ ഒരു ലെങ്ത്ത്, നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രത്തോളം ഉണ്ടോ അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് വേണമെങ്കിൽ കൂടുതൽ 2 സൈഡിലും എടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അടിയിൽ വെച്ച് കൊടുക്കുക. അടിയിൽ വെച്ച് കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മുടെ നല്ല വശത്ത് വെച്ച് കൊടുക്കണം. നമ്മുടെ ലൈനിങ്ങിൻ്റെ പോർഷൻ, അതായത് നമ്മുടെ ഇപ്പോൾ കാണുന്നത് നമ്മൾ നല്ല വശമാണ്. നല്ല വശത്തിൻ്റെ താഴെയാണ് നമ്മൾ ഈ 4 ഇഞ്ച് വെച്ച് കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മളിത് അടിച്ച് മറിച്ച് വരണത് നല്ല വശത്തേക്കാണ്. ഇപ്പോൾ ചീത്ത വശത്താണ് നമ്മുടെ തുണിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് നേരെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ആ ഒരു ഓപ്പൺ അവിടെ വന്നിട്ട് അത് കറക്റ്റ് വളച്ചെടുത്ത് നമ്മൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിയിൽ പീസ് വെച്ച് കൊടുത്തേക്കാണല്ലോ, അവിടുത്തെ ആ സ്ലിറ്റിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയുക. ഇനി നമ്മൾ അത് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇനി നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ഒന്ന് ലെവൽ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ താഴത്തെ ആ ഒരു പീസ് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സ്ലിറ്റിൻ്റെ ആ ഒരു പോയ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ചിങ് ഒന്നും കൂടി ഒന്ന് പെർഫെക്റ്റ് ആക്കി കൊടുക്കുക. പിന്നെ നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലുള്ള കുറച്ച് കൺഫ്യൂഷൻ ആക്കുന്ന കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു മുട്ടുസൂചി നമ്മൾ ഒരു 2-3 മുട്ടുസൂചി നമ്മൾ കറക്റ്റ് ചെയ്ത് നമ്മൾ പിന്ന് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒന്ന് മാറ്റി മാറ്റി കൊടുത്ത് നമുക്ക് കറക്റ്റായിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ മുട്ടുസൂചി വെച്ചാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആ കറക്റ്റ് പോയിൻറ്റിൽ കൂടി
പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നല്ല വശത്തേക്ക് ഈ താഴേന്ന് മെറ്റീരിയൽ പതിച്ചടിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് മോശം വശത്ത്, അതായത് നമ്മുടെ ലൈനിങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ച് വേണം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ തയ്ക്കാനായിട്ട്. അതല്ലാതെ പിന്നെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് കുത്തി പൊട്ടിച്ച് വീണ്ടും തയ്ക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും നമ്മളതൊന്ന് വെച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു താഴത്തെ പോർഷൻ നമ്മളിതാ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അത് കറക്റ്റായിട്ട് നമ്മുടെ മേളിലുള്ള ലൈനിങ്ങിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് എക്സസ് ആയിട്ട് വരുന്നത് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മുടെ നല്ല വശമാണ് കേട്ടോ, നമ്മുടെ ആ ഒരു മെറ്റീരിയലിൻ്റെ നല്ല വശമാണ്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒന്ന് താഴേന്ന് മെറ്റീരിയൽ മുകളിലേക്ക് എടുക്കുക. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നമ്മുടെ ആ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗത്ത് നമ്മൾ നെക്കിനൊക്കെ ചെയ്യും പോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. ഇതുപോലെ നമ്മൾ മറിച്ചെടുക്കുക. നമ്മളിത് കോട്ടണിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പെർഫെക്ഷനിൽ നമുക്ക് കിട്ടും കേട്ടോ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു പോയിൻ്റൊക്കെ നമ്മളൊന്ന് ആ പോയിൻറ്റിൻ്റെ അവിടേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് അതുപോലെ ഇങ്ങനെ വല്ലാതെ തള്ളിക്കണമെന്ന് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മളിതൊരു നോർമൽ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് പെർഫെക്ഷൻ ഉണ്ട്, എന്നാലും പെർഫെക്ഷൻ കിട്ടും നല്ലപോലെ ചെയ്താൽ. പക്ഷെ എന്നാലും കോട്ടണിലൊക്കെ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരും. കോട്ടൺ കുർത്തീസിലൊക്കെ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ട സ്ലീവാണ് കേട്ടോ അത്. അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മറിച്ചെടുക്കുമ്പോൾ അതാ ഏകദേശം ഈ ഒരു ലുക്കിൽ നമുക്ക് കിട്ടുമ്പോൾ നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു പെർഫെക്ഷനിൽ കിട്ടും. ഇതൊരു നോർമൽ ക്രേപ്പ് ആയതുകൊണ്ടാണ് അത്ര ഒരു സുഖകരമല്ലാത്തത്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് അയൺ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇത് നല്ലപോലെ ഒന്ന് ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രേപ്പ് ആയതുകൊണ്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഞാനിതൊന്ന് നമ്മുടെ ആ ഒരു പതിച്ചടിക്കുന്ന ആ ഒരു ഭാഗം, അതായത് നമ്മൾ നല്ല വശത്തേക്ക് തന്നെ മറിച്ചെടുത്തിട്ട് ആ ഒരു എഡ്ജൊക്കെ നമ്മളൊന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ആ ഒരു വി ഷേപ്പിലാണ് കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടണത്. ഇനി നമ്മൾ എൻ്റെ കയ്യിലൊരു അജ്രക്കിൻ്റെ ചെറിയൊരു പീസുണ്ട്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് നമ്മുടെ ആ ഒരു പ്രത്യേകിച്ച് ഒരു ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നെക്കിൽ അജ്രക്ക് കൊടുത്തിരിക്കുന്നത് കൊണ്ടും അത് വെച്ചിട്ട് നമ്മളിത് ഒരു ചെറിയ പൈപ്പിംഗ് ഉണ്ടാക്കുകയാണ്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് രണ്ടായിട്ടൊന്ന് മടക്കാം. എത്ര വീതി വേണമെന്ന് വെച്ചാൽ ഒരു 2-2.5 മാക്സിമം അത്രയൊക്കെ മതിയാകും. ഇവിടെ എനിക്ക് കിട്ടിയതിൻ്റെ മാക്സിമം എടുത്താണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കൃത്യമായി ഒരു അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്നാലും അറ്റ്ലീസ്റ്റ് ഒരു നമുക്കൊന്ന് മടക്കി ഇതുപോലെ അടിക്കാനുള്ള ഒരു അത്രയും വീതി ഉണ്ടാവണം. നീളം നമ്മുടെ ആ ഒരു എടുത്തിരിക്കുന്ന സ്ലീവിൻ്റെ ഇതിൽ ആണ് നമ്മൾ എടുക്കേണ്ടത്. എത്രത്തോളം ലെങ്ത് ഉണ്ട് സ്ലീവിനെന്ന് നോക്കിയിട്ട് അത് വെച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഈ മടക്കി നമ്മൾ വെച്ചേക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇതുപോലെ നമ്മൾ ആ ഒരു മടക്കി വന്നേക്കുന്ന ആ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണതിന് മുന്നേ ഞാൻ അവിടെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ ജസ്റ്റ് ഇതൊന്ന് വെച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്ത് അടിച്ചടിച്ച് പോന്നാൽ മതി. അത് നമുക്ക് ഓൾറെഡി അവിടെ സ്റ്റിച്ച് ചെയ്യണമല്ലോ, പക്ഷേ നമ്മൾ അതിൻ്റെ താഴെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ നമ്മളിപ്പോൾ ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ തന്നെ അത് നല്ലപോലെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക സ്ലീവ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ കുർത്ത ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പാൻറ്റിൻ്റെ ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അത് വല്ല സ്ട്രൈപ്സിൻ്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ ഒരു വെറൈറ്റി ആയിരിക്കും. നമുക്കൊരു റെഡിമെയ്ഡ് സ്റ്റൈലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴും നല്ല ഇത്രക്ക് ഭംഗി വരുമെന്ന് തോന്നിയില്ല കേട്ടോ. പക്ഷെ നല്ല ബ്ലാക്കിലായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സൂക്ഷിച്ച് നമ്മൾ ഒരേ അളവിൽ പുറത്തേക്ക് വരുന്ന രീതിയിൽ നമ്മുടെ ആ കട്ട് പീസ് ഒരേ ഇതിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ നമുക്കിതാ ഈ ഒരു ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത്, എനിക്ക് ആ സ്ലിറ്റ് കുറച്ച് കൂടുതലായി തോന്നി, അതുപോലെ തന്നെ ഒരു വെറൈറ്റിയുമാണ്. നമ്മൾ ആ സ്ലിറ്റിൻ്റെ ഒരു പോർഷനിൽ ഇതുപോലൊരു പീസും കൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ഇതുപോലെ എൻ്റെ കയ്യിൽ കറക്റ്റ് ഒരു അജ്രക്കിൻ്റെ പീസ് ഈ ഒരു ലെവലിൽ കിട്ടിയപ്പോൾ ഞാൻ ദാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ 4 സൈഡും സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കുക. നമ്മൾ അജ്രക്കിൻ്റെ പീസ് ഒന്ന് അടിയിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ ഒരു ബ്ലാക്ക് പീസിൻ്റെ മേളിൽ കൂടി നമ്മൾ അടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡിൽ വരണ സ്റ്റിച്ച്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കളറിലാണ് പീസ് വന്നത്, അതിൻ്റെ എന്തെങ്കിലും സ്റ്റിച്ച് ആണെങ്കിൽ നമ്മൾ സെയിം കളറ്, ആ തുണിയുടെ കളർ തന്നെ നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അത് ഒരു ഭംഗിയില്ലാത്ത പോലെ വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റെഡും ബോബിൻ കേസ് എല്ലാം റെഡിയാക്കി അതും വെച്ചിട്ടുണ്ട്, റെഡ് നൂലും വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ബ്ലാക്കിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ബ്ലാക്ക് കൊടുക്കുക, റെഡ് കൂടിയാണെങ്കിൽ റെഡ് കൊടുക്കുക. അതും നമ്മൾ ശ്രദ്ധിക്കുക, എന്നാലാണ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകം അത് എടുത്ത് കാണിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് സൂക്ഷിച്ച് എടുത്ത് നമ്മളിതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ബാക്കിൽ, അതായത് നമ്മളിപ്പോൾ വെച്ച് കൊടുത്ത ഈ അജ്രക്കിൻ്റെ പീസിൻ്റെ താഴെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് 4 സൈഡൊന്ന് മടക്കി അടിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ആ ഒരു ബാക്കിൽ ഇത് ഒന്ന് മടക്കിയിട്ട് അടിച്ചടിച്ച് വരിക. എന്നിട്ട് നമ്മുടെ അടുത്തൊരു ഇഞ്ച് എത്തണതിന് മുമ്പ് വീണ്ടും ഒന്ന് മടക്കി അകത്തേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് ഈ രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. ജസ്റ്റ് നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക. അതാ ഇതുപോലെ ഒന്ന് അകത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു റഫായിട്ടുള്ള പോർഷൻ ഉള്ളിലേക്ക് മടക്കി ഒന്ന് ആ എൻഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളാണ്. ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ 4 സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒരു പീസ് വെച്ച് കൊടുത്താലും മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒന്ന് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്ലീവാണ്. നല്ല കോട്ടൺ പീസിലും നല്ല പ്രിൻറ്റഡ് ആയിട്ടുള്ള പീസിലൊക്കെ ചെയ്യുമ്പോഴും നല്ല ഭംഗിയിൽ നിൽക്കും. അതിൽ കോമൺ ആയിട്ട് വരുന്ന കളർ വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.